ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സവാളയും നമ്മുടെ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല ചോറ് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ്. നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 സ്പൂൺ ജീരകം 1 സ്പൂൺ പെരുംജീരകം ഇട്ടിട്ട് കടുക് വറുക്കുക. കറിവേപ്പിലയിട്ട് കടുക് വറുക്കുക. അതിലേക്ക് നമ്മൾ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എന്താ ഇങ്ങനെ വഴറ്റിയെടുത്തതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 5 തക്കാളി ഇട്ട് കൊടുക്കുക. നല്ല പഴുത്ത 5 തക്കാളി ഇട്ട് കൊടുക്കുക. പുളിപ്പുള്ള തക്കാളിയല്ല, നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ നമ്മൾ കുറച്ച് തോനെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതെല്ലാം ചേർന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ ആ ചോറിനകത്ത് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നല്ല കാണാനും ഒരു ഭംഗി ഉണ്ടാവും, തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്താ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഓപ്പണിലേ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതേപോലെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എരി കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് നമ്മുടെ സാദാ മുളക് പൊടിയും ശേഷം കാശ്മീരി മുളക് കുറച്ച് മല്ലിപ്പൊടി, നല്ല കളർഫുള്ളായിരിക്കും, കുറച്ച് കാശ്മീരി പെരുംജീരകത്തിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് പെരുംജീരകം ഞാൻ പൊടിച്ച് വീണ്ടും നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ ദോശയ്ക്കും എല്ലാം കഴിക്കാൻ വളരെ ഈസിയാണ്. ശേഷം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ചോറുള്ള കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.